പവിത്രത്തിലെ നായികയായ സുരഭി സന്തോഷ് മലയാളം ടെലിവിഷനിൽ പുതുമയായിരിക്കാം. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് അവർ തീർച്ചയായും അപരിചിതമായ മുഖമല്ല. കുട്ടനാടൻ മാർപ്പാപ്പ, കിനാവള്ളി തുടങ്ങിയ മലയാള സിനിമകളുടെ ഒരു പട്ടിക ഇതിനകം തന്നെ അവരുടെ പേരിനൊപ്പം ഉള്ളതിനാൽ ഞങ്ങൾക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് TV? ഒരു അഭിഭാഷകയായ സുരഭി കന്നഡ ചിത്രമായ ദുഷ്തയിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിച്ചത്. എന്നിരുന്നാലും 2018 കുഞ്ചാക്ക ബോബൻ നായികയായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് തിരുവനന്തപുരത്തുകാരി മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചത്. തന്റെ കരിയർ സ്ഥിരമായി പുരോഗമിക്കുന്നതിനിടയിൽ നിയമവിദ്യാഭ്യാസം നേടുന്നതിനായി സുരഭി ഒരു ഇടവേളയെടുത്ത് ഒരു അസോസിയേറ്റ് അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. കൊറോണ എന്റെ കരിയർ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ പ്രവർത്തിച്ചു. പല ജീവിതങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെ എന്റെ കരിയർ സുഗമമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയപ്പോഴാണ് മഹാമാരി ബാധിച്ചത്. എല്ലാം അനിശ്ചിതത്വത്തിലായി. അപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ പഠനത്തിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചത്. എൻ്റെ അടുത്ത അഭിനിവേശമായ നിയമം പര്യവേഷണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു മുഴുവൻ സമയ നിയമ കോഴ്സിൽ ചേർന്നു. പ്രാക്ടീസ് ആരംഭിച്ചു. എനിക്ക് 2 സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടും 2 കരിയറുകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഞാൻ വിവാഹിതയായി മുംബൈയിലേക്ക് താമസം മാറിയത്. അത് എന്നെ അഭിനയത്തിൽ നിന്ന് കൂടുതൽ അകറ്റി നിർത്തി. അങ്ങനെ അവസരം വന്നപ്പോൾ ഞാനത് ഏറ്റെടുത്തു, അവർ പറഞ്ഞു. പലരും എതിർപ്പ് പറഞ്ഞപ്പോൾ ഒരു സീരിയൽ അവസരം തേടുന്നതിനെക്കുറിച്ച് തനിക്ക് രണ്ടാമതൊന്ന് ചിന്തിച്ചു പോയതായി സുരഭി സമ്മതിച്ചു. എനിക്കും ഇതേ ഉപദേശം ലഭിച്ചു. സീരിയലുകൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മൂല്യം നഷ്ടപ്പെടും. ആളുകൾ എന്നോട് പറഞ്ഞു. എനിക്ക് സിനിമ ഓഫറുകൾ ലഭിക്കില്ലെന്ന് ചിലർ പറഞ്ഞു. സിനിമയിൽ വേഷങ്ങൾ ലഭിക്കാത്തതിനാൽ ഞാൻ TV അഭിനയിക്കുന്നത് പോലെ തോന്നുമെന്ന്. സത്യം പറഞ്ഞാൽ അത് എന്നെ അല്പം അനിശ്ചിതത്വത്തിലാക്കി. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയത് എൻ്റെ ഭർത്താവിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, TV ആയാലും സിനിമയായാലും നിങ്ങൾ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ? ഏത് മാധ്യമമായാലും നിങ്ങൾ നിങ്ങളുടെ അഭിനിവേശം പിന്തുടരുകയാണ്. അത് സത്യമാണ്. അപ്പോൾ ഇതാ ഞാൻ അഭിനയിക്കുന്നു. കൂടാതെ വേദ വളരെ സങ്കീർണമായ ഒരു കഥാപാത്രമാണ്. എല്ലാ കലാകാരന്മാരും അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നു. വെറും 30 എപ്പിസോഡുകളിലാണെങ്കിൽ പോലും. എൻ്റെ സിനിമകളിൽ അനുഭവിക്കാൻ പോലും അവസരം ലഭിച്ചിട്ടില്ലാത്ത വികാരങ്ങൾ ഞാനിവിടെ പര്യവേക്ഷണം ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകൾ അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും നടി ഊന്നി പറഞ്ഞു. സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടും സിനിമാ അവസരത്തിനായി കാത്തിരിക്കുന്ന പലരെയും എനിക്കറിയാം. പക്ഷേ ഈ സ്റ്റീരിയോ ടൈപ്പ് കാരണം അവർ TVയിലേക്ക് കടക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ ഇതെല്ലാം അഭിനയമാണ്. TV സ്ഥിരമായ വരുമാനവും നൽകുന്നു. മാത്രമല്ല എന്നെപ്പോലുള്ള അഭിലാഷമുള്ള പ്രതിഭകൾക്ക് TV കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നു. നടന്മാരെ അപേക്ഷിച്ച് നടിമാർക്ക് സിനിമകളിൽ അത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടെങ്കിലും അവ സാധാരണയായി അറിയപ്പെടുന്ന പേരുകളിലേക്ക് പോകുന്നു. പുതുമുഖങ്ങൾക്ക് ആ തലത്തിലെത്താൻ തീർച്ചയായും വളരെയധികം സമയമെടുക്കും. മറുവശത്ത് TV പ്രതിഭകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബോളിവുഡ് വമ്പന്മാർ പോലും OTT പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നു. മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ തമ്മിലുള്ള അതിരുകൾ മങ്ങുന്നു.